ക്രൂരമർദ്ദനത്തിന്റെ വിവരം കോടതിയിൽ പറഞ്ഞതിന് റിമാൻഡിലായ യുവാവിന് ജയിലിനുള്ളിൽ ക്രൂരമർദ്ദനമെന്ന പരാതി. തിരുവനന്തപുരം വെള്ളറട സ്വദേശി സജിൻ ദാസാണ് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. സ്വകാര്യ ബാങ്കിൽ നിന്നെടുത്ത് വായ്പ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ വെള്ളറട പോലീസുമായി സജിന്റെ വീട്ടിലെത്തി. വിഷയം സംസാരിക്കുന്നതിനിടെ ബാങ്ക് ഉദ്യോഗസ്ഥരും സജിനും തമ്മിൽ വാക്കുതർക്കമായി. യുവാവ് പോലീസുമായി തട്ടിക്കേറിയതോടെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കസ്റ്റഡിയിലിരിക്കെ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. പോലീസുകാർ വന്നപ്പോൾ ഇടിച്ച് ഷട്ടെല്ലാം വലിച്ചു കയറി. എൻ്റെ ഇടയ്ക്ക് എൻ്റെ അനിയനും വന്നു. പുള്ളിയെ എടുത്ത് ജീപ്പിനകത്ത് കയറ്റിയ സമയത്ത് പുള്ളി എന്നെ പുറകിൽ നിന്ന് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നൊരു മണിക്കൂട്ടം എന്നുള്ള പുള്ളി പുറകിൽ ഇടിച്ചു. വണ്ടി കയറ്റിയ സമയത്ത് പുറകിൽ നിന്ന് ഇടിച്ചു. ഇതൊന്നും കൊണ്ട് തീരുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി. മർദ്ദനവിവരം കോടതിയിൽ പറഞ്ഞതിനാണ് ജയിലിലെത്തിച്ചു മർദ്ദിച്ചത്. 3 ജയിൽ വാർഡന്മാരുടെ നേതൃത്വത്തിൽ CCTV ഇല്ലാത്ത മുറിയിൽ എത്തിച്ചായിരുന്നു മർദ്ദനം. 3 ഡ്യൂട്ടിയിലുണ്ടാകുന്ന 3 പേരും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കൈ ചവിട്ടി പിടിച്ചിട്ട് പുറകിൽ ഇടിക്കുകയാണ് ആദ്യം ചെയ്തത്. ജയിൽ വാർഡൻ അതായത് ഈ രതീഷ് എന്ന് പറഞ്ഞ പുള്ളിയാണ് ഇടിക്കുന്നത്. എനിക്ക് മേളിൽ നിന്ന് അത്രയ്ക്കും പ്രഷറുണ്ട്. വെള്ളറട സ്റ്റേഷനിൽ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഇടിച്ച് റെഡിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇടിച്ചതിന് ശേഷം പുള്ളി ആ വടിയുണ്ട്, ഒരു അത്യാവശ്യം നല്ല കനമുള്ളൊരു വടിയുണ്ട്, പുറകിൽ അടിച്ചിട്ടും പുള്ളിയുടെ ദേഷ്യം തീരുന്നില്ല. നിവർത്തി കിടത്തിൻ്റെ കാലിൻ്റെ അടിയിൽ അടിച്ചു. ജാമ്യം ലഭിച്ച സജിൻ ശ്വാസതടസ്സമുണ്ടായതോടെ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ ചികിത്സ തേടി. മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.